ഞാൻ നേരത്തെ ബുൾഡോസർ രാജിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പോഴും നിശബ്ദതയിലിരിക്കുന്നു? എന്തുകൊണ്ട് നിശബ്ദതയിലിരിക്കുന്നു? പോട്ടെ, അദ്ദേഹം എടുത്ത പ്രശ്നങ്ങളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ആ പ്രശ്നങ്ങളിൽ വളരെ ഒരു വലിയ പരിധിവരെ സെലക്റ്റീവ് അല്ലേ? ഇപ്പോൾ ഹരിയാനയിലെ നൂഹ് എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്? ഡൽഹിയിലെ വർഗീയ കലാപം ഉണ്ടായി, എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്? ബുൾഡോസർ രാജ് ഇന്ത്യയിൽ നിലപാടുണ്ടായി, എന്തായിരുന്നു കോൺഗ്രസിൻ്റെ കാര്യത്തിലെ നിലപാട്? ആത്മാർത്ഥമായ നിലപാടുണ്ടോ? അതിൽ ഈ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് കാണുന്നില്ലല്ലോ. ഇനി നയത്തിലേക്ക് വരും. നയത്തിലേക്ക് വരുമ്പോഴും ഈ പ്രശ്നം നിങ്ങൾക്ക് കാണാൻ കഴിയും. നയത്തിൽ എത്രമാത്രം പല നയങ്ങളിലും കോൺഗ്രസ് കൊണ്ടുവന്നത് തന്നെയല്ലേ BJP കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിലേക്ക് വരും. കോൺഗ്രസ് മുമ്പ് എന്താ കോൺഗ്രസിൻ്റെ സമീപനം? ഇത് ഇതിനകത്ത് ഒരു ഐഡിയോളജി, ഒരു സാമ്പത്തിക നയം, വലതുപക്ഷത്തിന് സ്വീകാര്യമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, സംഘപരിവാറുകാരുടെ പൊളിറ്റിക്കൽ വംശീയ വിദ്വേഷത്തിൻ്റെ, വർഗീയതയുടെ, വിഭജനത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഒരു വശത്ത്. ഇപ്പുറത്തെ വശത്ത് അതിനോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കുന്ന സാമ്പത്തിക നയം, വലതുപക്ഷത്തിൻ്റെ സാമ്പത്തിക നയം, നവലിബറൽ സാമ്പത്തിക നയം, സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന, പൊതു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെൻറ് പിന്നോട്ട് പോകുന്ന, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള പണത്തിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന ലെസ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ആശയം, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരണത്തിന് വിട്ടുകൊടുക്കുന്ന, നിയമനങ്ങൾ കോൺട്രാക്ച്വലൈസ് ചെയ്യുന്ന ഒരു നയം മറുവശത്ത്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് വരികയാണ്. ഇതിൽ ഈ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പൂർണ്ണമായി കോൺഗ്രസ് നയം അത് തന്നെയാണ്. ഒരു വ്യത്യാസമില്ല, നയം അത് തന്നെയാണല്ലോ. രണ്ട് പാർട്ടികൾ മാറുന്നതിനപ്പുറത്ത് അവരുടെ വർഗ താല്പര്യവും അവരുടെ കാഴ്ചപ്പാടും മാറുന്നില്ല, നയം മാറുന്നില്ല. അപ്പോൾ ആ നയം പേറി നടക്കുന്നവർ എങ്ങനെയാണ് ആ നയവും ചുമലിൽ വെച്ച് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുക? കർഷകർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. കർഷകരെ ദുരിതത്തിലാക്കിയ നയമേത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നില്ല. ദുരിതത്തിലായ കർഷകരുടെ അരികിൽ പോയി ഫോട്ടോ എടുത്തത് കൊണ്ട് കാര്യമില്ലല്ലോ. ഈ കർഷകരെ ദുരിതത്തിലാക്കുന്ന നയത്തിൻ്റെ പേര് നവലിബറൽ നയമാണെന്നും അത് ആരംഭിച്ചത് കോൺഗ്രസ് ആണെന്നും റിഗ്രറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ആ നയത്തെ അനുകൂലിക്കുന്നതിൽ നിന്ന് പുറത്തു വരണ്ടേ?